റോബർട്ട് ലെവൻഡോസ്കി എന്ന ഗോൾ മെഷീന്റെ യുഗം ബാഴ്സലോണയിൽ അവസാനിക്കാറായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കരാർ കാലാവധി തീരാനിരിക്കെ ഒരു സീസൺ കൂടി വെറ്ററൻ താരത്തിന് നൽകാൻ ബാഴ്സലോണ തയ്യാറല്ലെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ നമ്പർ 9 വേട്ട ഇതിനകം ബാഴ്സലോണ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അർജന്റീനിയൻ സൂപ്പർ താരം ജൂലിയൻ അൽവാരസ്, മോൾബൌത്തിന്റെ ബ്രസീലിയൻ കരുത്ത് യെവനിൽസൺ, FC പോർട്ടോയുടെ യുവതാരം സാമു അഗനോവോ എന്നിവരുടെ പേരുകളാണ് നിലവിൽ ചർച്ചകളിൽ സജീവമായിട്ടുള്ളത്. ഇതിനു പുറമെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ബയേണിന്റെ ഗോൾ വേട്ടക്കാരൻ ഹാരി കെയ്നെ കാറ്റലോണിയയിൽ എത്തിക്കാനുള്ള വിദൂര സാധ്യതകളും ബാഴ്സലോണയുടെ ക്യാമ്പ് തള്ളിക്കളയുന്നുമില്ല. ലാലിഗയിൽ ഗോളടിച്ചു കൂട്ടുന്ന ഫെറാൻ ടോറസിന്റെ അവിശ്വസനീയമായ ഫോം ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട് എന്നത് ശരിയാണ്. റയൽ ബെറ്റിസിനെതിരെ ഹാട്രിക് കുറിച്ച് താൻ വെറുമൊരു വിങ്ങറല്ല, ഏത് റോളും വഴങ്ങുന്ന ഫിനിഷറാണെന്ന് ടോറസ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. 11 ഗോളുകളുമായി ടോപ്പ് സ്കോറർ പട്ടികയിൽ എംബാപ്പയ്ക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്താണ് ഈ സ്പാനിഷ് താരം. ടോറസിന്റെ ഈ പ്രകടനം കാരണം മിഡ് സീസൺ ട്രാൻസ്ഫറിൽ പുതിയൊരു സ്ട്രൈക്കർക്കായി ധൃതി കാണിക്കേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബാഴ്സലോണ. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ലോണിലെത്തിയ റാഷ്ഫോർഡിനെ ബാഴ്സലോണയിൽ സ്ഥിരപ്പെടുത്താനുള്ള ചർച്ചകളും അണിയറയിൽ ഇപ്പോൾ സജീവമാണ്. മുന്നേറ്റ നിരയിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഭദ്രമാണെങ്കിലും പ്രതിരോധ കോട്ടയിലെ വിള്ളലുകൾ ഹാൻസി ഫ്ലിക്കിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഡാനിഷ് ഡിഫൻഡർ ക്രിസ്ത്യൻസിന് പരിക്കേറ്റതോടെ ബാഴ്സലോണയുടെ പ്രതിരോധം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ്. ACL ഇഞ്ചുറി മൂലം 4 മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുന്നത് സീസണിന്റെ നിർണായക ഘട്ടത്തിൽ ടീമിന് വലിയ തിരിച്ചടിയായിരിക്കും. നിലവിൽ പൗ കുബാർസിയെയും എറിക് ഗാർഷ്യയെയും മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ ഫ്ലിക്കിന് എന്തായാലും സാധിക്കില്ല. റൊണാൾഡോ അറോറോ തിരിച്ചെത്താൻ വൈകുന്നതും ഇടത് പ്രതിരോധ താരം ജെറാർഡ് മാർട്ടിനെ സെൻട്രൽ ബാക്കായി കളിപ്പിക്കേണ്ടി വരുന്നതും ടീമിന് വലിയൊരു റിസ്ക് ആയി മാറിയിട്ടുമുണ്ട്. ചാമ്പ്യൻസ് ലീഗ് പോലുള്ള വലിയ പോരാട്ടങ്ങൾ വരാനിരിക്കെ ശക്തമായൊരു പ്രതിരോധ നിരയില്ലാതെ മുന്നോട്ടു പോകുക ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. പ്രതിരോധത്തിലെ ഈ വിടവ് നികത്താൻ ജർമ്മൻ ക്ലബ്ബ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ കരുത്തനായ ഡിഫൻഡർ നിക്കോ സോട്ടർബക്കിനെ നോട്ടമിട്ടിരിക്കുകയാണ് ഇപ്പോൾ ബാഴ്സലോണ. ഒപ്പം ബ്രസീലിയൻ ക്ലബ്ബ് പാൽമറസിന്റെ യുവരക്തം ലൂയിസ് ബെനഡെറ്റിയും ബാഴ്സയുടെ റഡാറിലുണ്ട്. എൽച്ചയിലേക്ക് ലോണിൽ പോയ ഹെക്ടർ ഫോർട്ടിനെ തിരികെ വിളിക്കാനുള്ള നീക്കങ്ങളും ബാഴ്സലോണയിൽ സജീവമാണ്. ഈ ട്രാൻസ്ഫറുകൾ പാളിപ്പോയാൽ ലാമാസിയ അക്കാദമിയിലെ പ്രതിഭകളെ തന്നെ ഫ്ലിക്കിന് ആശ്രയിക്കേണ്ടി വരും. വരാനിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോ ബാഴ്സലോണയുടെ ഭാവി നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും അവശേഷിക്കുന്നില്ല.